നമസ്കാരം. ഇന്നത്തെ ഒരു പൊളിറ്റിക്കൽ വീഡിയോ അല്ല കേട്ടോ. ചെറിയൊരു ചരിത്രമാണ്. പക്ഷേ ആ ചരിത്രത്തിലേക്ക് പോകാൻ കാര്യം ചെറിയൊരു പൊളിറ്റിക്കൽ ഇൻസിഡൻ്റാണ്. അത് നമ്മുടെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട വി.ഡി. സതീശൻ സാർ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞ ഒരു കാര്യമാണ് ഈ വീഡിയോയിലേക്ക് ട്രിഗർ ചെയ്തത്. നമ്മുടെ കുട്ടനാട് എം.എൽ.എ ബഹുമാനപ്പെട്ട റജി ചെറിയാൻ സാറ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു. ചമ്പക്കുളം മൂലം വള്ളംകളിയോടനുബന്ധിച്ച് പ്രാദേശികമായിട്ടുള്ളൊരു അവധി പ്രഖ്യാപിക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പം മുഖ്യമന്ത്രി സഭയിൽ മറുപടി അപ്പോൾ തന്നെ പറഞ്ഞു, ഒരു പ്രാദേശികമായിട്ടുള്ള ഇതാണ്, അതിനൊരു അവധി ഇതുവരെ കൊടുത്തിട്ടില്ല, പക്ഷേ കൺസിഡർ ചെയ്തിട്ട് മന്ത്രിസഭയോട് കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് ഒരു മറുപടി പറയാം എന്ന് പറഞ്ഞിരുന്നു. മൂലം വള്ളംകളിക്ക് അവധി കൊടുക്കാമോ എന്ന് ചോദിച്ച് ഉത്തരം പറഞ്ഞ് മൂലം കസേരയിലേക്ക് ഇരിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം തൊട്ടടുത്ത കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കാരണവശാലും ഇത് കൊടുക്കാൻ പോകുന്നില്ല. അതിൻ്റെ പൊളിറ്റിക്കൽ പ്രശ്നങ്ങളേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഈ മൂലം വള്ളംകളി എന്നുള്ള അതിൻ്റെ ഒരു ഉത്ഭവത്തിലേക്ക് നമുക്ക് ചുമ്മാ നോക്കാം, അത്രയേ ഉള്ളേ. മൂലം വള്ളംകളി നടക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിലുള്ള ചമ്പക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്, പമ്പയാറ്റിലാണ് നടക്കുന്നത്. നമ്മുടെ മധ്യ കേരളത്തിലെ ജലോത്സവത്തിൻ്റെ സീസൺ ഇപ്പോൾ തുടങ്ങുകയാണ്. അതിൻ്റെ ഏറ്റവും ആദ്യത്തെ വള്ളംകളി ആയിട്ട് അതിൻ്റെ ഒരു ഉദ്ഘാടന മാമാങ്കം എന്ന് പറയുന്ന ഒരു വള്ളംകളിയാണ് ചമ്പക്കുളം മൂലം വള്ളംകളി. അതായത് മിഥുന മാസത്തിലെ മൂലം നാളിലാണ് ഈ വള്ളംകളി നടക്കുന്നത്. ഇന്നാണത്. ഞാൻ ഈ വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്ക് മിക്കവാറും വള്ളംകളിയും അതിൻ്റെ വിജയമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടാവും. ഇതിന് പിന്നിലുള്ള ചരിത്രം, പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു ചെറിയൊരു നാട്ടുരാജ്യമായിരുന്നു ചെമ്പകശ്ശേരി. അതായത് അമ്പലപ്പുഴ, ഇന്നത്തെ അമ്പലപ്പുഴ ആസ്ഥാനമാക്കിയാണ് ചെമ്പകശ്ശേരി രാജാവ് ഭരിച്ചിരുന്നത്. ഏതാണ്ട് ഒരു 300 വർഷത്തോളം മാത്രമേ ആ ഒരു രാജ്യം നിലനിന്നിരുന്നുള്ളൂ, ആ ഒരു അവസ്ഥയിലുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം മാർത്താണ്ഡവർമ്മ കീഴടക്കുകയും തിരുവിതാംകൂറിലേക്ക് ലയിപ്പിക്കുകയൊക്കെ ചെയ്തു. അമ്പലപ്പുഴ രാജാവാണ്, അല്ലെങ്കിൽ ചെമ്പകശ്ശേരി രാജാവാണ് ഈ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം നിർമ്മിച്ചത്. ക്ഷേത്രം നിർമ്മിച്ചു. അപ്പോൾ അതിനൊരു വിഗ്രഹം കണ്ടിട്ടുണ്ടായിരുന്നു. ആ വിഗ്രഹം പക്ഷേ ഇവിടെ പ്രതിഷ്ഠിക്കാനായിട്ട് യോഗ്യമല്ല എന്ന് ഒരു കണ്ടെത്തലുണ്ടായി. അങ്ങനെ വന്നപ്പോൾ കോട്ടയം ജില്ലയിലെ കുറിച്ചിയിലെ കരികുളം പാർത്ഥസാരഥി ക്ഷേത്രമുണ്ട്. അതാണ് അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ മൂല ക്ഷേത്രമായിട്ട് കരുതപ്പെടുന്നത്. അവിടെ നിന്നുള്ള വിഗ്രഹം കൊണ്ടുവന്നിട്ടാണ് പിന്നീട് ഇവിടെ പ്രതിഷ്ഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ വിഗ്രഹം പ്രതിഷ്ഠിക്കാനായിട്ട് രാജാവും പരിവാരങ്ങളും എല്ലാം കോട്ടയത്ത് നിന്ന്, കുറിച്ചിയിൽ നിന്ന് വള്ളത്തിൽ പമ്പയാറ്റിക്കൂടെ ഇങ്ങനെ പോയി. അങ്ങനെ പോകുന്ന വഴി ചമ്പക്കുളം എത്തിയപ്പോഴത്തേക്ക് ഏകദേശം രാത്രിയായി. അപ്പോൾ ആ രാത്രിയിൽ മാപ്പിളശ്ശേരി എന്ന് പറഞ്ഞിട്ടൊരു ക്രിസ്ത്യൻ തറവാട്ടിലാണ് താമസിച്ചത്. അവിടുത്തെ കാരണവർ സ്വീകരണമൊക്കെ ഒരുക്കി അവരവിടെ താമസിക്കുകയും വിഗ്രഹം അവിടെ സൂക്ഷിക്കുകയും ചെയ്തു. എന്നിട്ട് പിറ്റേ ദിവസമാണ് അമ്പലപ്പുഴയിലേക്ക് തിരിച്ചു പോകുന്നത്. പോകാൻ നേരത്ത് അവിടെ ചമ്പക്കുളത്ത് അപ്പം അവിടുത്തെ ജനങ്ങളും തോണിക്കാരും എല്ലാം ചേർന്ന് വലിയൊരു സ്വീകരണമൊക്കെ കൊടുത്ത് അങ്ങനെയാണ് ഈ വിഗ്രഹത്തെ അവിടുന്ന് പറഞ്ഞയക്കുന്നത്. അതിൻ്റെ ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ടാണ് ഈ മിഥുനമാസത്തിലെ മൂലം ദിവസത്തിൽ, മൂലം നാളിൽ ചമ്പക്കുളം വള്ളംകളി നടപ്പിലാക്കുന്നത്. ഒരു സാമുദായിക ഐക്യത്തെയും നാടിൻ്റെ ഒരു ഒത്തൊരുമയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ചടങ്ങായിട്ട് ഇപ്പോഴും അത് കാത്തുപോകുന്നു. ഇനി അങ്ങോട്ട് വള്ളംകളിയുടെ നാളുകളാണ്. മധ്യ തിരുവിതാംകൂറുകാർക്ക് ഇത് വളരെ വലിയൊരു ആഘോഷമാണ്. ആറന്മുളയിലും തിരുവല്ലയിലും നിരണത്തും കുമരകത്തും കവണാറ്റിൻകരയും ഒക്കെ ഒരുപാട് വള്ളംകളികൾ വരുന്നുണ്ട്. എല്ലാവർക്കും നല്ലൊരു ജലോത്സവത്തിൻ്റെ നാളുകൾ ആശംസിക്കുന്നു.